ശ്യാം, ഇപ്പം കെ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചൊരു സാഹചര്യമുണ്ട്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും ആന്റണി ഇത് പറയാൻ ശ്രമിച്ചിരുന്നു. എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, അത്രയും ടഫ് ഫൈറ്റിലേക്ക് പോയി. ശരിയാണ്, 2019 അവിടെ ടഫ് ഫൈറ്റ് ആയിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ കേരളം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു പോരാട്ടമായിരുന്നു. അവിടെ പ്രചാരണത്തിന് പണം ഉണ്ടായിരുന്നില്ല. ഇപ്പം കോൺഗ്രസ് ചോദിക്കുന്നത് BJPക്ക് കെ സുരേന്ദ്രന് എത്ര ഫണ്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, അത് വെളിപ്പെടുത്താൻ BJP തയ്യാറാകുമോ, കെ സുരേന്ദ്രൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും പറയാമെന്നാണ്. അതിനെന്താ സംശയം? ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് എത്ര രൂപയാണ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിന് വെളിപ്പെടുത്തിനകത്ത് ഒരു പ്രശ്നമില്ല. ഇവിടെ നോക്കൂ, തലയിൽ എൻ്റെ കോഴിയെ കട്ടവൻ തലയിൽ പൂടുണ്ടോ തപ്പി നോക്കിയാൽ മതി. ഈ ഒരു വാദം എത്ര ബാലിശമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ആരാണ് ഈ KN രാജു, നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സിന്റെ ഉടമ KN രാജു വന്നിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആർക്കെതിരെയാ? ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് 2 കോടി രൂപ വാങ്ങിക്കൊണ്ട് പോയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഈ അബിൻ വർക്കിയുടെ നേതാവിന്റെ നമ്മുടെയൊക്കെ MP ആയിട്ടുള്ള ആന്റണിക്കെതിരെയല്ലേ? അപ്പൊ അദ്ദേഹം അല്ലേ അതിന് ഉത്തരം പറയണ്ട്. ബാക്കി എല്ലാവരും മേടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മതിയോ? ബാക്കി എല്ലാവരും മേടിച്ചിട്ടുണ്ടെങ്കിൽ കണക്കും തെളിവും ഉണ്ടെന്നേ. ഈ കെ സുരേന്ദ്രനെതിരെ BJPക്കെതിരെ അത്തരത്തിലൊരു ആരോപണം ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സ് ഉന്നയിച്ചിട്ടില്ലെന്നേ. അങ്ങനെ ഞങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മറ്റാർക്കുമെതിരെ ആരോപണം ഉന്നയിക്കാതെ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കെതിരെ, ഇവരുടെ നേതാവിനെതിരെ, ഇവരുടെ MPക്കെതിരെ, ആന്റണിക്കെതിരെ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി അദ്ദേഹമല്ലേ പറയേണ്ടത്? ഇനി ഞങ്ങൾക്ക് എത്രയാ പണം കിട്ടിയത് ഞങ്ങൾക്ക് പറയുന്നതിന് ഒരു മടിയില്ല. ഇനി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് പറയോ? ഞങ്ങൾ പറഞ്ഞു. നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ കൃത്യമായ അഫിഡവിറ്റ് നൽകണം. നമ്മുടെ സ്വത്ത് വകകൾ, ബാധ്യതകൾ, കുടുംബത്തിന്റെ ആ കാര്യങ്ങളെല്ലാം നടക്കണം. ഒരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കണം. ആ ഡിക്ലറേഷൻ ഞാൻ നോക്കിയതാണ്. അതിൽ ആന്റണിയുടെ ഡിക്ലറേഷനിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കണക്കിൽ എന്തായാലും കാണാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഓവർലുക്ക് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആളുകൾ ഉണ്ടാകില്ലേ? അതായത് അത് എന്താ പറയുക, നമ്മൾ ഈ മിക്കവാറും ജയിച്ച ആളുകളുടെ എന്തൊക്കെ ആക്ഷേപം ഉണ്ടാകുമ്പോഴാണ് സാധാരണ ഇങ്ങനെ കണ്ടുവരുന്നത്. ഒരാൾ അയാളുടെ കൊടുക്കുന്നു, ഒരു കണക്ക് കൊടുക്കുന്നു, ചില സമയത്ത് പരാതികൾ വരുന്നു. സാധാരണഗതിയിൽ പരാതികൾ വരുമ്പോഴത്തേക്ക് ആ പരാതികൾ പരിശോധിക്കലാണ് പതിവ്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് അതല്ലല്ലോ. പ്രശ്നമെന്ന് പറയുന്നത് ഇതുവരെയായിട്ടും ഇദ്ദേഹത്തിനൊരു എന്താ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റാത്ത എന്താണ്? ഒരു കൃത്യമായിട്ടൊരു ഒരു കണക്ക് പറയാൻ വേണ്ടി പറ്റാത്ത എന്താണ്? കണക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് പറയുന്നില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന്, ഈ ഇന്നലെയും ഇന്നുമായിട്ട് നടത്തിയിട്ടുള്ള പ്രസ് മീറ്റുകളിലെല്ലാം എത്ര രൂപ വാങ്ങി മനസ്സിലായി. അത് ഇവിടെ തന്നെ നിൽക്കുകയല്ലേ. ഈ ചർച്ചയിലുടനീളം 1 മണിക്കൂർ തീരാനായില്ലേ? ഈ ചർച്ചയിലുടനീളം കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അത് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ഇതിപ്പോ ഞങ്ങൾക്കെതിരെ ആയിരുന്നു ഒരു ആരോപണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയായിരുന്നു ചോദ്യമെങ്കിൽ ഞാനത് പ്രിപ്പയർ ചെയ്ത് വരുമായിരുന്നു. അല്ല, അവര് അബിൻ അത് പറഞ്ഞതിനെ കൊണ്ട് ഞാനത് ചോദിച്ചതുള്ളൂ. എന്റെ കാര്യം മനസ്സിലായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ ഓവർലുക്ക് ചെയ്യാൻ ഉദ്യോഗസ്ഥർ ഉണ്ടാകില്ലേ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മറ്റേത് അബിന്റെ ചോദ്യമാണ്. ഞാനത് അങ്ങ് വെച്ചതേ ഉള്ളൂ. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അല്ല, പ്രത്യേകിച്ച് വേറെ ഉദ്യോഗസ്ഥർ ഇത് സ്കാൻ ചെയ്യാൻ വേണ്ടി വേറെ ഉദ്യോഗസ്ഥരുണ്ടോ? സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനകത്ത് പരാതികൾ വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്.